നമസ്കാരം. നമ്മുടെ മാലദ്വീപ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. രാവിലെ ഏകദേശം 9 മണിയോടുകൂടി വീട്ടിൽ നിന്ന് തുടങ്ങിയ ഞങ്ങളുടെ യാത്ര മാലദ്വീപ്സിലുള്ള മാഫുഷിയിൽ എത്തിയപ്പോഴേക്കും വൈകുന്നേരം 5 മണിയായി. ഇന്ത്യൻ സമയത്ത് ഇന്ന് ഏകദേശം അരമണിക്കൂർ പുറകിലേക്കാണ് മാലദ്വീപ്സിലെ സമയം. അതായത് ഇന്ത്യയിൽ ഏകദേശം 5 മണിയായിട്ടുണ്ടെങ്കിൽ മാലദ്വീപ്സിൽ 4:30 മണിയായിട്ടുണ്ടാവുള്ളൂ. മാലിന്ന് ബോട്ടിന് മാഫുഷി ഐലൻഡിലെത്തിയ ഞങ്ങളെ സ്വീകരിക്കാൻ വന്ന ഹോട്ടൽ സ്റ്റാഫിൻ്റെ ഒപ്പം ഞങ്ങൾ ഹോട്ടലിലേക്ക് നടന്നു. ഈ മാഫുഷി ഐലൻഡിലെ മറീനയുടെ ഫ്രണ്ടിലാണ് കേട്ടോ ഞങ്ങളുടെ ഹോട്ടൽ. ഈ പരിസരത്ത് വെച്ച് അത്യാവശ്യം ഹൈ റൈസ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് ഈ ഹോട്ടൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഓഷ്യൻ വ്യൂ കിട്ടുന്നുള്ളത് പ്രതീക്ഷിക്കാം. അധികം പഴക്കമില്ലാത്തൊരു ബിൽഡിങ്ങാണത്. മാലദ്വീപിയൻ ലോക്കൽ ക്രൗഡ് അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഈ ഏരിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുണ്ട്. ഹോട്ടലിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു കഫേയാണ് കാഴ്ച. ഇവിടുത്തെ ഐക്കോം എന്ന പേരുള്ളൊരു ഗ്രൂപ്പിൻ്റെയാണ് ഈ ഹോട്ടൽ. ഇവർക്ക് ഹോട്ടൽ കൂടാതെ ബോട്ട് സർവീസും ടൂറുകളെല്ലാം ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മാഫുഷിയിലേക്ക് ഇപ്പോൾ വന്ന ബോട്ടിൽ ഞങ്ങളെ കൂടാതെ ആകെ ഒരു ഗസ്റ്റാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം വലിയ തിരക്കില്ലാതെ പെട്ടെന്ന് തീർക്കാൻ പറ്റി. ഹോട്ടൽ പരിസരവും റിസപ്ഷനൊന്നും വലിയ പോർഷൻ ഇല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഓഷ്യൻ വ്യൂ ഉള്ളൊരു റൂമാണ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചേക്കണത്. അതും പ്രതീക്ഷിച്ചാണ് റൂമിലേക്കുള്ള എൻ്റെ ഈ നടത്തം. അവരുടെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ മറീനയിലേക്ക് വ്യൂ കിട്ടുന്ന നല്ലൊരു റൂമാണ് അവർ ഞങ്ങൾക്ക് വേണ്ടി അലോട്ട് ചെയ്തത്. അത്ര വലിപ്പമൊന്നുമില്ലെങ്കിലും നല്ല വൃത്തിയും വെടുപ്പമുള്ള ബാത്റൂമും ടോയ്ലറ്റും എല്ലാമാണ് റൂമിലുള്ളത്. കുറേയധികം ബോട്ടുകൾ കണ്ടിട്ടോ മാഫുഷിയിലെ ഈ മറീന ഏരിയയിൽ. ഇതിൽ മിക്കതും ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള പർപ്പസിന് യൂസ് ചെയ്യണത് തന്നെയാണ്. ഈ അറ്റത്ത് കാണുന്ന യാത്ര ഞങ്ങൾ വന്നപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. സമ്പന്നരായിട്ടുള്ള വിദേശികളുടെ ഒരു ഹോബിയാണ് യാത്രയായിട്ട് മറ്റു രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റു കോണ്ടിനെൻസിലും പോകാമെന്നുള്ളത്. നമ്മുടെ നാട്ടിലെ പഴയ കറ്റമരം നവീകരിച്ചൊരു രൂപമാണത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ടുണ്ടായിരുന്ന മഴക്കോൾ ഇപ്പോഴും മാറിയിട്ടില്ല. ഏത് നിമിഷവും മഴ പെയ്യാന്നുള്ള രീതിയിലാണ് ആകാശത്ത് മേഘം കൂടിയിരിക്കുന്നത്. ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ വാട്ടർ സ്കൂട്ടേഴ്സും അതുപോലെ തന്നെ കുറച്ച് നീങ്ങി പാരാസെയിലിംഗ് ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദൂരെ നിന്നോട്ട് നമ്മുടെ നാട്ടിലെ പാസഞ്ചർ ബോട്ട് പോലെ തോന്നുന്ന ഒരു ബോട്ട് വന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അടുത്തേക്ക് എത്തിയതോടുകൂടിയാണ് അത് മാലിയിൽ നിന്ന് മാഫുഷിയിലേക്ക് സർവീസ് നടത്തുന്ന ഗവൺമെൻറ് ബോട്ടാണെന്നുള്ളത് മനസ്സിലായത്. മാലിയിൽ നിന്ന് മാഫുഷി ഐലൻഡിലേക്ക് എത്താനായിട്ടുള്ള ഓപ്ഷൻസ് നോക്കിയപ്പോൾ ഈ ഒരു ഓപ്ഷന് ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഗവൺമെൻറ് ബോട്ട് സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ സ്പീഡ് ബോട്ട് ഫൈനലൈസ് ചെയ്തത്. മറീനയുടെ ഫ്രണ്ടിൽ കൂടെ വാട്ടർ സ്കൂട്ടേഴ്സ് തലങ്ങ് വിലങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്പീഡ് ബോട്ടുകൾ മാഫുഷിയിലേക്ക് വരെയും അതുപോലെ തന്നെ ഇവിടുന്ന് ആളെ കയറ്റിയും കൊണ്ട് പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ സഞ്ചാരമാർഗ്ഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഈ ബോട്ടുകളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാഫുഷി ഐലൻഡ് മാൽദീവ്സിലെ വാട്ടർ സ്പോർട്സിൻ്റെ മെയിൻ ഒരു ഹബ്ബാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാഫുഷി ഐലൻഡ് ചൂസ് ചെയ്തത്. ജെട്ടിയിലേക്ക് പാസഞ്ചേഴ്സിനെ കയറ്റിക്കൊണ്ട് വീണ്ടും ഒരു ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ടിന് മേലിലും ഇരിക്കാൻ പാകത്തിന് സൈഡിൽ കൈവരിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ടൂറിസ്റ്റ് ബോട്ട് ആവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. മാഫുഷി ജെട്ടിനോട് ചേർന്ന് വാട്ടർ സ്പോർട്സിൻ്റെ കുറേയധികം കിയോസ്കുകൾ ഞങ്ങൾ കണ്ടിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ബുക്കിംഗ് എല്ലാം ഈ കിയോസ്കുകളിൽ നിന്ന് വേണം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട്. മഴ പെയ്ത് തോർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കിയോസ്കിൽ നിന്ന് നാളത്തെ ആക്ടിവിറ്റികൾ ബുക്ക് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങളുള്ളത്. സമയം കളയാൻ വേണ്ടി അവിടുത്തെ വാട്ടർ സ്പോർട്സും അതുപോലെ തന്നെ ബോട്ടുകൾ വന്നതും പോണതും എല്ലാം നോക്കി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അധികം വൈകാണ്ട് തന്നെ ഞങ്ങൾ നടക്കാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. കടലിനോട് ചേർന്നാണ് ഈ റോഡ് അറ്റം വരെ പോണത്. ഞങ്ങൾ വന്നിറങ്ങിയ ബോട്ടിച്ചട്ടിയുടെ ഫ്രണ്ടിലുള്ള റോട്ടിൽ കൂടെ നടന്ന് ഞങ്ങൾ അറ്റം വരെ എത്തി. മാഫുഷി ഐലൻഡിൽ ഏറ്റവും നല്ല വ്യൂ ഉള്ള അറീന ഹോട്ടലാണ് ഈ റോഡിൻ്റെ എക്സ്ട്രീം എൻഡിലുള്ളത്. ഈ ഹോട്ടൽ ഐലൻഡിൻ്റെ ഒരു മൂലയിലായതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നിന്നുള്ളൊരു വാട്ടർ വ്യൂ ഇതിന് നന്നായിട്ട് കിട്ടും. ഇതിനോട് ചേർന്നുള്ള ബീച്ച് ഏരിയയിൽ കുറേയധികം വിദേശികൾ കുളിക്കുകയും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാൽദീവ്സ് ഒരു മുസ്ലിം രാജ്യമാണെങ്കിൽ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് മദ്യം കിട്ടുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട കറ്റവരനൊരു ഫ്ലോട്ടിംഗ് ബാറാണെന്ന് ഇവിടുത്തുകാർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ ഫ്ലോട്ടിംഗ് ബാറിലേക്ക് ബോട്ട് ചട്ടിയിൽ നിന്ന് ചെറിയൊരു ബോട്ടിലാണ് ആളുകളെ എത്തിക്കുന്നത്. എന്നാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബോട്ട് ചട്ടിയിലേക്ക് നടന്നു. ഞങ്ങൾ റമദാൻ നോയമ്പിൻ്റെ സമയത്ത് എത്തിയതും കൊണ്ടായിരിക്കണം റോട്ടിലൊന്നും അധികം ആളുകളെ കാണാത്തത്. ഇവിടുത്തെ മിക്ക ആളുകളുടെ മെയിൻ വരുമാന മാർഗം ടൂറിസം തന്നെയാണ്. പല ഡേ ടൂറുകളും അതിരാവിലെ തന്നെ തുടങ്ങുന്നത് കൊണ്ട് ആളുകൾ ചിലപ്പോൾ നേരത്തെ വീട്ടിൽ പോയതുമായിരിക്കാം. അധികം വൈകാതെ തന്നെ ഫ്ലോട്ടിംഗ് ബാറിലേക്കുള്ള ബോട്ട് ഞങ്ങളുടെ അടുത്ത് എത്തി. ഇത് ചെറിയൊരു ഫൈബർ ബോട്ടാണ്. ഞങ്ങൾ കയറിയതോടുകൂടി ബോട്ട് പതിയെ യാത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി തുടങ്ങി. ഈ ഫ്ലോട്ടിംഗ് ബാറിലേക്ക് മാത്രമുള്ളൊരു ഫ്രീ സർവീസാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ഐക്കോൺ മറീന സീ വ്യൂ എന്നുള്ള ഹോട്ടൽ അറ്റത്തുനിന്ന് തന്നെ ഞങ്ങൾക്ക് കാണാം. രാത്രി ആയതോടുകൂടി അത്യാവശ്യം നന്നായിട്ട് അത് ലൈറ്റപ്പും ചെയ്തിട്ടുണ്ട്.
ഒരു 5 മിനിറ്റത്തെ യാത്രയുണ്ട് ബോട്ട് ജെട്ടിയിൽ നിന്ന് ഫ്ലോട്ടിംഗ് ബാർ വരെ. മാൽദീവ്സ് ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ മാത്രമാണ് ആൽക്കഹോളിന് നിരോധനമില്ലാത്തതുള്ളൂ. അതുകൊണ്ട് തന്നെ മദ്യം ഇവിടെ ആർക്കും പുറത്തുനിന്ന് വാങ്ങാൻ പറ്റില്ല. പ്രൈവറ്റ് റിസോർട്ടുകളിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബോട്ടുകളിലുമാണ് നമുക്ക് മദ്യം കിട്ടുന്നത്. ഇങ്ങനെയുള്ള ബാറുകളിലെല്ലാം ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ് എൻട്രി. ലോക്കൽ മാൽദ്വീപിയൻ ആളുകൾക്ക് ഇവർ മദ്യം കൊടുക്കുകയില്ല. അതുപോലെ തന്നെ കറ്റമരനും വൈകുന്നേരം ആയതോടുകൂടി നീല ലൈറ്റെല്ലാം ഇട്ട് അലങ്കരിച്ചേക്കാണ്. ബോട്ട് ഈ കറ്റമരൻ്റെ അടുത്തേക്ക് എത്തിയതോടുകൂടിയാണ് ഇതിൻ്റെ വലിപ്പം കണ്ട് ആശ്ചര്യപ്പെട്ടു പോയത്. അത്യാവശ്യം നല്ല വലിയൊരു കറ്റമരം തന്നെയാണ് അത്. ഇതിൻ്റെ ഡെക്കിൽ തെറ്റില്ലാത്ത സൗണ്ടിൽ മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ DJ ലൈറ്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ ബാർ ഏരിയ. ഇടദിവസം ആയതുകൊണ്ടാണോ എന്നാവോ വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബാറിലുള്ളത്. അവിടെ ഗോവയിലെ ഫ്ലോട്ടിംഗ് കാസിനോസ് പോലത്തെ മറ്റൊരു അറേഞ്ച്മെൻറ്റ് തന്നെയാണത്. ആൽക്കഹോൾ പ്രീമിയം ബ്രാൻഡ്സ് മാത്രമാണ് ഇവർ സെർവ് ചെയ്യണത്. അതുകൂടാതെ തെറ്റില്ലാത്ത വിലയും ഈടാക്കുന്നുണ്ട്. നാട്ടുകാർക്ക് ആർക്കും ഒരു ശല്യവുമില്ല. എന്നാൽ ടൂറിസ്റ്റുകൾക്ക് മദ്യപിക്കണമെങ്കിൽ മദ്യപിക്കുകയും ചെയ്യാം. ഏകദേശം 1 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഐലൻഡിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. വൈകുന്നേരം ആയതോടുകൂടി മറീന ഏരിയയിലും ബോട്ട് ജെട്ടി ഏരിയയിലും അത്യാവശ്യം കുറച്ച് ഹോട്ടൽസ് ആക്റ്റീവായിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും നിന്നും ഡിന്നർ കഴിക്കാമെന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കുറേയധികം മാൽദീവ്സിലേക്ക് യാത്ര ചെയ്യണത് കൊണ്ട് മിക്ക ഹോട്ടലുകളിലും ഇന്ത്യൻ ഭക്ഷണവും കിട്ടും. ഇവിടെ എല്ലാ ഹോട്ടൽസിലും US ഡോളറോ അല്ലെങ്കിൽ മാൽദീവിയൻ കറൻസി ആയിട്ടുള്ള മാൽദീവിയൻ റുഫിയോ എടുക്കും. ചിലപ്പോൾ ഒരു ബാലൻസ് തന്നെ അത് മാൽദീവിയൻ റുഫിയയിലോ അല്ലെങ്കിൽ ഡോളറിലോ ആയിരിക്കും. ഞങ്ങൾ ജെട്ടീനോട് ചേർന്നുള്ളൊരു ഹോട്ടലിൽ കയറി ഇന്ത്യൻ ഭക്ഷണം തന്നെ ഓർഡർ ചെയ്തേ. ഭക്ഷണം കഴിഞ്ഞ് അതിനോട് ചേർന്നുള്ളൊരു കിയോസ്കിൽ നിന്ന് നാളത്തേക്കുള്ള സ്നോർക്കലിംഗ് ടൂറും കൂടി ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് നടക്കുന്നത്. രാത്രിയായതോടുകൂടി ഹോട്ടലിന് താഴത്തുള്ള കഫേയും അത്യാവശ്യം ആക്റ്റീവായി. ഇവിടെ ഹോട്ടലിൻ്റെ പുറത്ത് പുതിയൊരു ആൾ എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ സ്നോർക്കലിംഗ് ട്രിപ്പിന് പോകേണ്ടത് കൊണ്ട് അധിക സമയം ഇവിടെ കളയാണ്ട് ഞങ്ങൾ ഉറങ്ങാൻ തീരുമാനിച്ചു.